Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MA സ്റ്റുഡൻസിന് ലാസ്റ്റ് എക്സാം ആണ് സെക്കൻഡ് സെമസ്റ്ററിൽ ഇനി നടക്കാനുള്ളത്. അത് ഒരു ഓപ്പൺ ബുക്ക് എക്സാം ആണ്, ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. സോ ഇങ്ങനത്തെ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് പാറ്റേണിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അതുമാത്രമല്ല ചോദ്യങ്ങൾ എന്താണ് വരാന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്ത പോലെ നമുക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം മൊത്തം അനലറ്റിക്കൽ ടൈപ്പ് ചോദ്യങ്ങളാണ്, പ്രാക്ടിക്കൽ ടൈപ്പ് ചോദ്യങ്ങളാണ് ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഏറ്റവും കൂടുതൽ സംശയം വന്നിട്ടുണ്ടായിരുന്നത് ഇതിനെങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ ബുക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം എടുത്ത് നമ്മുടെ ബുക്കിൽ ആ ഏരിയ വരുന്നത് നോക്കി കഴിഞ്ഞാലും നമ്മുടെ ഓൺ വേർഡ്സിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നാലും ഇതിൻ്റെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അതിനെ ആൻസർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ രീതിയിലായിരിക്കും എൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിലേക്ക് അത് മാറ്റാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. അസൈൻമെൻറ്റ് സപ്പോർട്ട് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ. അതിൻ്റെ ആദ്യം കണ്ടൻസ് ഞാൻ ഇതിനോട് മുമ്പ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിരുന്നു, 2 ബ്ലോക്കുകളായിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. ദെൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് അറ്റ് പ്രസൻറ്റ് ആ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാതും പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സെക്ഷൻ എയിലത്തെ ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എയിൽ ആൻസർ ഇനി 5 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ ഹാഫ് എ പേജ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 4 മാർക്സ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈസ് റിസർച്ച് ഓൺലി ആൻ അക്കാഡമിക് ഇൻക്വയറി ഇൻ ടു മാറ്റേഴ്സ് ഓഫ് സോഷ്യൽ റെലവൻസ്? കമന്റ്. What more aspects can you add based on your understanding of research? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്, ഈ എൻക്വയറി, റിസർച്ച് ആൻഡ് എൻക്വയറി. ഇപ്പോൾ നമ്മുടെ ബുക്കിൽ നോക്കുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ, കണ്ടോ, അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എൻക്വയറി ഇൻ വാരിയസ് ഡിസിപ്ലിൻ. ഇപ്പം നമ്മുടെ ചോദ്യം എന്ന് പറയണത് ഇതാണ് സംഭവം. റിസർച്ച് ഓൺലി ആൻ അക്കാഡമിക് ഇൻക്വയറി ഇൻ ടു മാറ്റേഴ്സ് ഓഫ് സോഷ്യൽ റെലവൻസ്. വാട്ട് മോർ ആസ്പെക്ട്സ് ക്യാൻ യു ആഡ് ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ആൻസർ ഞാനിതിൻ്റെ ഇത് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഈ രീതിയിൽ ഇത് ഇത്രയ്ക്ക് ഇതാക്കണം എന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. ഇപ്പോൾ റിസർച്ച് ഈസ് നോട്ട് കൺഫൈൻഡ് ടു അക്കാഡമിക് എൻക്വയറി ഓർ ഓഫ് ദി സോഷ്യലി റെലവൻറ്റ് ഇഷ്യൂസ് വൈൽ എ ലാർജ് പോർഷൻ ഓഫ് റിസർച്ച് ഡസ് അഡ്രസ് pressing social concern. It also extends it into technological innovations, scientific exploration, artistic creativity and business development. Research essentially refers to a systematic process of investigation aimed at generating. അപ്പോൾ ഇവിടെ എന്തുണ്ടായ എഴുതിയ രീതി ഞാൻ കാണിച്ചു തരാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളോ. ഇൻഡയറക്റ്റ് മോഡാ. ആദ്യം എന്ത് ചെയ്യണു, ആ ചോദ്യം എന്താണ്, അപ്പോൾ ആ ചോദ്യത്തിനെ ജസ്റ്റ് ആദ്യം അഡ്രസ്സ് ചെയ്യുക. എൻക്വയറി അത് നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് റിസർച്ച് ആൻഡ് എൻക്വയറിനെ പറ്റിയിട്ടുള്ള ഏരിയ ബുക്കിൽ ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത്. കണ്ടോ, അതിലോട്ട് പോവുക. അപ്പോൾ അതിൽ റിസർച്ചിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും. റിസർച്ച് എന്താണ്,
റിസർച്ച് അല്ലേ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ വാരിയസ് ഡിസിപ്ലിനിൽ എങ്ങനെയാണെന്നൊക്കെയാണ് ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫോർമൽ എൻക്വയറി കണ്ടോ, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് റിസർച്ച്, മറ്റു കാര്യങ്ങൾ. അപ്പോൾ റിസർച്ച് എന്താണ്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താണ് എന്നൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആൻസർ കൊടുക്കണം സമയത്ത് ഫസ്റ്റ് ഈ കാര്യം ഒന്ന് അഡ്രസ്സ് ചെയ്യണം. റിസർച്ച് ഈസ് നോട്ട് കൺഫൈൻഡ് ടു അക്കാഡമിക് എൻക്വയറി ഓർ സ്റ്റഡി ഓഫ് അത് ബുക്കിലുള്ളതാണ്. സോഷ്യലി റെലവൻറ്റ് ഇഷ്യൂ ഒരു ലാർജ് പോർഷൻ ഓഫ് റിസർച്ച് ഡസ് അഡ്രസ്, മിക്ക റിസർച്ചും അഡ്രസ്സ് ചെയ്യണു പ്രസ്സിങ് സോഷ്യൽ കൺസേൺസ്. എല്ലാവരും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും റിസർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ എന്ത് പറയാണ്, ഇതിൻ്റെ സോഷ്യൽ റെലവൻസ് ആണ് ചോദിക്കുന്നത്. ഈ റിസർച്ച് ഓൺലി അക്കാഡമിക് എൻക്വയറി ഇൻ ടു മാറ്റേഴ്സ് ഓഫ് സോഷ്യൽ റെലവൻസ്. അതിനുശേഷം നമ്മൾ എന്ത് റിസർച്ച് എന്താണ്, അത് ബുക്കിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് തുറന്നിട്ട് ബുക്കിൽ റിസർച്ച് എന്താണ്, അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ കാര്യം എഴുതി വയ്ക്കുകയാണ്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എൻക്വയറി, റിസർച്ച് എന്താണെന്നുള്ളതിൻ്റെ പല എക്സ്പ്ലനേഷൻസും ബുക്കിൽ കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും ആദ്യം അത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഇത് കൊടുത്തതിന് ശേഷം പിന്നെ ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിറക്റ്റ് എക്സ്പ്ലനേഷൻ ബുക്കിലുള്ളത് എഴുതാണ്. റിസർച്ച് എന്താണ്, നോളജ് കൂട്ടാനും മറ്റു കാര്യങ്ങൾക്കുള്ളതാണ്, അതൊക്കെ കൊടുക്കണു. അതിനുശേഷം ബിയോണ്ട് അക്കാഡമിയ റിസർച്ച് ഡ്രൈവ് പോളിസി മേക്കിംഗ് എക്കണോമിക് ഗ്രോത്ത് കണ്ടോ, പ്രോബ്ലം സോൾവിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ദെർഫോർ റിസർച്ച് ഈസ് എ മൾട്ടി ഫേസ്ഡ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് മേഖലയിൽ റിസർച്ച് ഉണ്ട് അല്ലേ. അതാണ് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ, ഇൻക്വയറി ഇൻ ടു വാരിയസ് ഡിസിപ്ലിൻ, ഹ്യൂമാനിറ്റീസ് അല്ല, പല പല ഏരിയയിൽ നമുക്ക് റിസർച്ചിനെ പറ്റി കാണാൻ പറ്റും. ഏത് മേഖലയിൽ പോയാലും റിസർച്ച് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും റിസർച്ചിനെ പറ്റിയിട്ടുള്ളൊരു കൺസെപ്റ്റ്. വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ഫുൾ ഡിഫിക്കൽട്ട് തിങ്സ് ടു കണ്ടോ ടീച്ച് ആൻഡ് ടു ലേൺ ഈസ് ദി പവർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ചസ്. അപ്പോൾ അതിൽ റിസർച്ച് എന്താണ്, ഫോർമലിലൊക്കെ റിസർച്ച് എന്താണെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യം നമ്മുടെ ബുക്കിൽ ഏത് ഏരിയയിലാണെന്നുള്ളത് നോക്കി അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഡയറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. കണ്ടോ, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്താണ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് തപ്പിപ്പിടിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ നമ്മളിതിൽ ഇതിലേക്ക് നോക്കി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അതിനെ മാറ്റുക എന്നുള്ളതാണ്. ഫോർമൽ എൻക്വയറി, ഇൻഫോർമൽ എൻക്വയറി. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഒരു ചോദ്യത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാനപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടിയും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടാണെന്ന് മാത്രം. നിങ്ങൾക്കപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ആ രീതിയിലേക്ക് കൊടുക്കുക. അത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് വരും എന്നുള്ളത് കൊണ്ട് പറയാൻ പറ്റില്ലെന്നേ. യുവർ ടോപ്പിക് ഓഫ് റിസർച്ച് ഈസ് സോഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഹൗ ക്യാൻ യു മേക്ക് ദിസ് സ്റ്റഡി ഇൻ്റർ ഡിസിപ്ലിനറി? അങ്ങനെയാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ സോഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങളുടെ റിസർച്ചിനുള്ള ടോപ്പിക് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക? അപ്പോൾ നമ്മുടെ കണ്ടൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമല്ല, നമ്മൾ റിസർച്ചിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സോഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവത്തെ റിസർച്ചിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക്സ് സംഭവങ്ങളില്ലേ അതുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒന്ന് കാണിച്ചു തരാൻ നോക്കിയേ. സോഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ can be enriched by adopting interdisciplinary approach ആണ്. സോഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഇറ്റ് സെൽഫ് ഈസ് എ ബ്രോഡ് ഓഫ് ഫീൽഡ് ബട്ട് സോഷ്യൽ മീഡിയ ഇൻ്റർസെക്ട്സ് വിത്ത് മൾട്ടി ഡിസിപ്ലിൻസ് മേക്കിംഗ് റിസർച്ച് മൾട്ടി ഡൈമെൻഷണൽ. പല പല ഡിസിപ്ലിൻസിനെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് എടുക്കേണ്ടി വരും? നമ്മുടെ ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ റിസർച്ച് എന്താണ്, പല തരത്തിലുള്ള റിസർച്ച് ചാപ്റ്റർ നമ്പർ അല്ലടാ പേജ് കാണാൻ പറ്റും. ഞാൻ ആ പേജിലേക്ക് പോവാം. അപ്പോൾ റിസർച്ച് എന്താണ്, പലതരത്തിലുള്ള റിസർച്ച് പേജ് നമ്പർ നോക്കട്ടെ. അടുത്ത ചാപ്റ്റർ അത് സെക്കൻഡ് ചാപ്റ്ററിലുണ്ട്.
കണ്ടോ? റിസർച്ച് എന്താണ്? പലതരത്തിലുള്ള റിസർച്ച്. ഏത് തരത്തിലുള്ള റിസർച്ചാണ് അപ്പോൾ ഇതിന് യൂസ്ഫുൾ ആവാന്നൊക്കെ ചോദിക്കണേ. ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ച്, ബേസിക് റിസർച്ച്. അപ്പോൾ സോഷ്യൽ മീഡിയ, അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് കണ്ടോ? അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്, റിസർച്ച് ഡിസൈൻ. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു കാര്യത്തിനെ നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കണം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്താണ്? സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള റിസർച്ച് എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഉള്ള റിസർച്ചുകൾ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ടെക്നോളജിയുടെ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. കണ്ടോ? ഇപ്പോൾ ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ബ്രിങ് ആസ്പെക്ട്സ് ഓഫ് അൽഗോരിതം, ഡാറ്റ അനലറ്റിക്സ്, പല പല കാര്യങ്ങൾ. റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ അത് ലോ ആൻഡ് എത്തിക്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടിയുള്ള റിസർച്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ എന്താണ് ടോപ്പിക്കെങ്കിൽ അത് നമുക്ക് നമ്മുടെ രീതിയിൽ എഴുതാൻ സാധിക്കണം. അതുമാത്രം ഇതിൽ നടക്കണല്ലോ. ഇപ്പോൾ നെക്സ്റ്റ്, പ്രിപ്പയർ എ മാനുസ്ക്രിപ്റ്റ് ഓൺ എ റിസർച്ച് ഏരിയ ഇൻ എഡ്യൂക്കേഷൻ, ഗീവ് സ്യൂട്ടബിൾ ടൈറ്റിൽ ആൻഡ് ജസ്റ്റിഫൈ ദി ടൈറ്റിൽ. മാനുസ്ക്രിപ്റ്റ് എന്ന് പറയണത് ഏത് ചാപ്റ്ററിലാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടൻസ് എടുക്കുക, നോക്കാം. കണ്ടൻസിൽ പോയി കഴിഞ്ഞാൽ മാനുസ്ക്രിപ്റ്റിൻ്റെ ചാപ്റ്റർ എവിടെയാണെന്ന് നോക്കാം. മാനുസ്ക്രിപ്റ്റ് എന്താണ്, അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ റൈറ്റിംഗ് ഫോമാറ്റ്സ്, സിനോപ്സിസ്, സൈറ്റേഷൻ എത്തിക്കും അല്ലേ. നമുക്ക് മുകളിലാണെങ്കിൽ ബിബ്ലിയോഗ്രഫി, സോഴ്സസ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ മാനുസ്ക്രിപ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് ഉള്ള ഏരിയയിലേക്ക് പോകുക എന്നുള്ളതാണ്. കണ്ടോ? സിനോപ്സിസ് എന്താണ്, കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം റിസർച്ച് ഏരിയ ഇൻ എഡ്യൂക്കേഷനെ പറ്റിയുള്ളത് അത് നമ്മുടെ ബുക്കിലുണ്ടാവില്ല. നമ്മൾ ആ കൂടി പഠിച്ചിട്ടുണ്ടാവുക എന്താണ് മാനുസ്ക്രിപ്റ്റ് എന്താണെന്നുള്ള ആ ബുക്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ എഡ്യൂക്കേഷനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഒരു മാനുസ്ക്രിപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ, ഇതിന് നമുക്ക് കാണാപ്പാടം പഠിക്കലോ ഒന്നും നടക്കില്ല. അത് മാത്രമല്ല എന്ത് രീതിയിലുള്ള ചോദ്യമായിരിക്കും വരാമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. പ്രിപ്പയർ എ മാനുസ്ക്രിപ്റ്റ് ഓൺ റിസർച്ച് ഏരിയ ഇൻ എഡ്യൂക്കേഷൻ, ഗിവ് സ്യൂട്ടബിൾ ടൈറ്റിൽ. ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്, ഡിജിറ്റൽ ലേണിംഗ് ടൂൾസ് ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ സ്റ്റുഡൻറ് എൻഗേജ്മെൻറ്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഇതാണ് ഒരു ടൈറ്റിൽ കൊടുത്തത്. ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു മാനുസ്ക്രിപ്റ്റ് എന്ത് ചെയ്യണു, പ്രിപ്പയർ ചെയ്യണം. ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഡിജിറ്റൽ ലേണിംഗ് ടൂൾസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഹാസ് റീഷേപ്ഡ് ദ ടീച്ചിങ് ലേണിംഗ്. അപ്പോൾ ഇതൊന്നും എവിടെ ഉണ്ടാവില്ല, ബുക്കിലുണ്ടാവില്ല. ബുക്കിലാകെ കൂടിയിട്ട് മാനുസ്ക്രിപ്റ്റ് എന്താണ് അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് പ്രാക്ടിക്കലായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ദിസ് റിസർച്ച് എക്സ്പ്ലോർസ് ഹൗ പ്ലാറ്റ്ഫോം സച്ച് ആസ് LMS, ഗാമിഫൈഡ് ആപ്ലിക്കേഷൻ ആൻഡ് വിർച്വൽ ഡിജിറ്റൽ ലേണിംഗിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന എൻഗേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ടേംസ് ഓഫ് പാർട്ടിസിപ്പേഷൻ, മോട്ടിവേഷൻ, ലേണിംഗ് ഔട്ട്കംസ് വിത്ത് ദി റൈസ് ഓഫ് ബ്ലെൻഡഡ് ആൻഡ് ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഒരു മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ്. മനസ്സിലായോ? നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം പോസ് ചെയ്തിട്ട്. കാരണം ഇതല്ലല്ലോ നിങ്ങൾക്ക് പ്രാവശ്യം വരാം. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓൺ ദി ടോപ്പിക് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്താണ്? അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ വീണ്ടും സാധിക്കണം. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് is a critical issue because it influences the way individuals are perceived and treated in society. Stereotypes assign fixed role and attributes to men and women, men being viewed as strong and assertive, while women are expected to nurturing and submissive. എന്നുവെച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിൽ നമ്മൾ കാണണം. ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിത ആൻഡ് അനിത, കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിലത്തെ 5ാമത്തെ ചോദ്യം. അനിത ആർ കണ്ടക്ടിങ് റിസർച്ച് ടു ഫൈൻഡ് ഔട്ട് ദ ഗെയിമിംഗ് ആപ്സ് എമംഗ് ദി യൂത്ത്. റിസർച്ച് കണ്ടക്ട് ചെയ്യണം ഗെയിമിംഗ് ആപ്സിനെ പറ്റിയിട്ട്. നെയിം ദി ടൈപ്പ് ഓഫ് റിസർച്ച് ദേ ആർ കണ്ടക്ടിങ് ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച്
ഇനി എന്താണ് പറയുക, അത് റിസർച്ച് കണ്ടക്ടഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. അപ്പോൾ നമ്മളെന്താ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ പറ്റിയിട്ടുള്ളത് ബുക്കിലുണ്ട്, സെക്കൻഡ് ചാപ്റ്ററിലാണ്. ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് എയിംസ് ടു ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക് പ്രിഫറൻസസ് ബിഹേവിയർ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണെന്നുള്ളത് നമ്മുടെ ഈ ചാപ്റ്ററിൽ എടുക്കുക. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ എവിടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. മനസ്സിലായ നമുക്ക് യൂസ് കീ ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് പിന്നെ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് കണ്ടോ, അതിന് ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഒരു വർക്ക് അവർ ചെയ്തിട്ട് ഏത് തരത്തിലുള്ള റിസർച്ച് ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഹൗ വിൽ യു ചെക്ക് ദി റിലയബിലിറ്റി ഓഫ് എ ഡാറ്റ സോഴ്സ്. റിസർച്ച് ചെയ്യുമ്പോൾ ഡാറ്റ സോഴ്സിൻ്റെ അത് കുറച്ചും കൂടി ഒരു ഡിറക്റ്റ് രീതിയാട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ട്രസ്റ്റ് വർത്തിയാണ്, നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്തു, അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ റിലയബിലിറ്റി ചെക്ക് മറ്റു കാര്യങ്ങൾ എങ്ങനെ നടത്താം എന്നുള്ളതൊക്കെ ഇതിലുണ്ട്. അതൊക്കെ ഈ ബുക്കിലുണ്ട്. അത് തപ്പി നോക്കുക. റിലയബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഓൺ വേർഡ്സിൽ നിന്നിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, ഏത് തരത്തിലുള്ള ബുക്കാണ് കണ്ട വെരിഫൈ ചെയ്യുക, ഔട്ട്ഡേറ്റഡ് ഡാറ്റ ആണോ എന്നുള്ളത് ഉറപ്പാക്കുക. അങ്ങനെ. പിന്നെ ഡു യു തിങ്ക് റിസർച്ച് ഓൺ ചൈൽഡ് ലേബർ വിൽ ബ്രിങ് അബൌട്ട് ആൻ ഇമ്പാക്ട് ഇൻ സൊസൈറ്റി. ഇങ്ങനെ റിസർച്ച് നടത്തിയെങ്കിൽ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചോദ്യം. കണ്ടോ, ഒക്കെ ഇൻഡയറക്റ്റ് അല്ലേ. യെസ്, റിസർച്ച് ഓൺ ചൈൽഡ് ലേബർ ക്യാൻ ബ്രിങ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഇൻ സൊസൈറ്റി ബിക്കോസ് അതിലൂടെ കുറേ അവയർനെസ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യേണ്ട മക്കളെ, മനസ്സിലായോ? ബൈ പ്രസൻറ്റിങ് റിയൽ ലൈഫ് ഡാറ്റ ഇതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് മലയാളം ആണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും. പക്ഷേ മലയാളത്തിൽ മൊത്തം മലയാളത്തിൽ എഴുതേണ്ടി വരും. ബുക്കാണെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതേണ്ട കാര്യങ്ങളാണത്. ചൈൽഡ് ലേബറിനെ പറ്റിയിട്ട് റിസർച്ച് നടത്തിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതി വയ്ക്കുക. ഓക്കെ, സൊസൈറ്റിക്ക് ഒരുപാട് അവയർനെസ് കേട്ടല്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, പ്രിപ്പയർ 4 ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് എനി വെൽഫെയർ സ്കീം സച്ച് ആസ് കുടുംബശ്രീ, MGNREGP, GA, ബേട്ടി ബച്ചാവോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്കിതിൽ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കണ പറ്റിയിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററുകളുണ്ട്. ബിബ്ലിയോഗ്രഫി, ഫോമാറ്റ്, അബ്സ്ട്രാക്ട്, സൈറ്റേഷൻ സ്കില്ല്, എത്തിക്കൽ റിസർച്ച്, പബ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യനെയറിനെ പറ്റിയുള്ള ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലേക്ക് പോയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഉണ്ടാക്കുകയാണ് വേണ്ടേ. കുടുംബശ്രീനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ കണ്ടോ. ഇപ്പോൾ 4 ചോദ്യങ്ങളല്ല ഉണ്ടാക്കാൻ പറഞ്ഞുള്ളൂ. 4 ഓപ്പൺ എൻഡഡ്. ഹൗ കുടുംബശ്രീ പാർട്ടിസിപ്പേഷൻ ഇൻഫ്ലുവൻസ് യുവർ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ഫാമിലി ഈസ് വാട്ട് വേസ് കുടുംബശ്രീ ചേഞ്ച് ദി സോഷ്യൽ. അപ്പോൾ നമുക്ക് ഒരു 4 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം കുടുംബശ്രീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എന്ത് ചെയ്യുക, മറ്റ് സ്കീമുകളെ പറ്റിയിട്ടുള്ളതും ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി അബൌട്ട് ദി upkeep and functioning of Ammatottil run by Kerala State Council for Child Welfare, what are the likely ethical considerations and principles to be kept in mind while conducting the research? അപ്പം ഇങ്ങനെ റിസർച്ച് നടത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വേണം, അമ്മത്തൊട്ട്. അപ്പം ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തോന്നിയ പോലെയല്ല. വെൻ റിസർച്ചിങ് അമ്മത്തൊട്ടിൽ എ ക്രാഡൽ ബേബി സ്കീം for abandoned infant, strong ethical principles must be followed because it. അപ്പോൾ അല്ലാണ്ട് ഈ അമ്മത്തൊട്ടിലിനെ പറ്റിയിട്ടൊന്നും ബുക്കിൽ ഉണ്ടാവില്ല, മനസ്സിലായോ? ഇൻവോൾവ്സ് ഹൈലി സെൻസിറ്റീവ് ഇഷ്യൂസ്, കോൺഫിഡൻ്റ്ലി ഈസ് പാരമൗണ്ട്, ഐഡൻറ്റിഫൈസ് ഓഫ് ഇൻഫൻസ്, ബയോളജിക്കൽ. അപ്പോൾ പലതരത്തിലുള്ള ഇൻഫൻസും അല്ലേ ഇതിനെ, അതൊക്കെയാണല്ലോ വലിച്ചെറിഞ്ഞ ഇടുന്ന ബാല്യങ്ങളാണ്. ചെറിയ കുട്ടികളെ അമ്മത്തൊട്ടിൽ കൊണ്ടാക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ എഴുതി വയ്ക്കുന്നത്, റിസർച്ചിനെ റിലേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ. കൺസിഡറിങ് ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് റീറൈറ്റ് ബോത്ത് MLA ആൻഡ് APA സ്റ്റൈൽ. നമ്മൾക്ക് MLA സ്റ്റൈലിലും 2 ഡീറ്റെയിൽസ് തന്നിട്ട് ഇതിനെ MLAയിലേക്കും APAയിലേക്കും മാറ്റാം. അപ്പോൾ നമുക്കത് പഠിക്കാനുണ്ട് ബുക്കിൽ. 2
സ്റ്റൈല് APML ബിബ്ലിയോഗ്രഫി ഇതിൽ ഈ ചാപ്റ്ററിലല്ലേ MLA APയിൽ. അപ്പോൾ അത് ഇങ്ങനത്തെ ടോപ്പിക് ഒന്ന് എളുപ്പം കേട്ടോ. കണ്ടോ, ഇതാണ് ബിബ്ലിയോഗ്രഫി എങ്ങനെ എഴുതാമെന്നുള്ളത്. അപ്പോൾ ഈ ഓർഡറിൽ പേര് പിന്നെ ഇയർ അങ്ങനെ ഈ ഓർഡറിൽ ഇതിനെ റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഓർഡർ ബുക്കിലുണ്ട്, അത് നോക്കാം, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിനെ ഞാൻ എന്ത് ചെയ്തു, പേര് എഴുതി. MLA സ്റ്റൈല് ഇതാണ് MLA സ്റ്റൈലിൽ എഴുതിയിരിക്കുന്നത്. രണ്ടിനും ഓർഡർ ഉണ്ട്, അത് ബുക്കിൽ നോക്കി പഠിക്കുക, MLA സ്റ്റൈലും APA സ്റ്റൈലും. ഇപ്പം ഇവിടെ ഇയർ അവസാന, APയിൽ ഇയർ ആദ്യ. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് essay ചോദ്യങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതിലത്തെ essay ചോദ്യം എന്ന് പറയുന്നത് സിനോപ്സിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. You are required to prepare a synopsis of your research relating to any currently significant problem in Kerala. അപ്പോൾ ഒരു പ്രോബ്ലം എടുക്കുക, നമ്മൾ എഴുതുക. ഡിഫറൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ബേസ്ഡ് ഓൺ ദി ടോപ്പിക്. ഇതാണ് ഒക്കെ ഓൺ വേർഡ്സിലല്ലേ എഴുതേണ്ട പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റുമോ? അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് എടുക്കുക, സിനോപ്സിസ് ഉണ്ടാക്കുക. സിനോപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റിസർച്ചിനേക്കാൾ മുമ്പ് അതിനെ പറ്റിയുള്ള ഹോൾ ഐഡിയ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് സിനോപ്സിസ്. റിസർച്ച് സിനോപ്സിസ് ആൻഡ് ഡാറ്റ ഡിസ്കഷൻ. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് സോഷ്യോ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഇൻ കേരള. അപ്പോൾ ഇതൊന്നും ബുക്കിലുണ്ടാവില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കാൻ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സിനോപ്സിസിൻ്റെ ഫോമാറ്റ് പഠിച്ച് വയ്ക്കുക, ബുക്കിലുണ്ട്. ഇൻട്രൊഡക്ഷൻ, അതിനെപ്പറ്റി ഇൻട്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, കണ്ടോ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, ഇതൊക്കെയാണ് ഒരു സിനോപ്സിസിലുള്ള. ഈ ഫോമാറ്റ് ബുക്കിലുണ്ട്. സിഗ്നിഫിക്കൻസ്, സ്കോപ്പ് എഴുതുക, അതിനെ പറ്റിയുള്ളത്. അപ്പോൾ ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. എക്സ്പെക്റ്റഡ് ഔട്ട്കംസ്, ഡിസ്കഷൻ, പിന്നെ പ്രൈമറി ഡാറ്റ എന്താണെന്നും സെക്കൻഡ് ഡാറ്റ എന്താണെന്നും അതിൻ്റെ ഔട്ട്കംസ്, കൺക്ലൂഷൻ. ഇങ്ങനെയാണ് ഒരു സിനോപ്സിസിൻ്റെ ഫോമാറ്റ്. അപ്പോൾ ഒരു ടോപ്പിക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് ഈ ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സിനോപ്സിസ് ഒരെണ്ണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, എങ്ങനെയാണ് ചാപ്റ്റർ നമ്പർ സിനോപ്സിസ് ഉണ്ടാക്കണതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതിലെന്തൊക്കെ വേണം. ഫ്രെയിമിങ് എ സിനോപ്സിസ്, കണ്ടോ, കണ്ടന്റ് പേജ്, ഒബ്ജക്റ്റീവ്സ്, പ്രോബ്ലം, സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഒരു ടോപ്പിക് എടുത്ത്, കണ്ടോ, ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഈ ഓർഡറിൽ നമ്മൾ ഏത് ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ പറ്റിയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഏത് വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക്. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഇൻ കേരള, അങ്ങനത്തെ ഒരു ടോപ്പിക്കിൻ്റെ സിഗ്നിഫിക്കൻ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇതിൽ എഴുതണം. ഏത് ടോപ്പിക്കാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ പറ്റിയിട്ട് പ്രസൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ചിട്ട് എങ്ങനെയാണ് ചോദിക്കുമ്പോൾ ഞാനിതിപ്പോൾ മറ്റേൻ്റെ അത്രയ്ക്ക് ഇതിനെ വീഡിയോ ചെയ്യാത്ത കാരണം തന്നെ ഇതേതാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. ആ ചോദ്യത്തിൻ്റെ നമ്മൾ ബുക്കിൽ നോക്കിയിട്ട് അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ നോക്കി എഴുതാം. അത് നമുക്ക് ബുക്കിൽ ഉണ്ടാവില്ല, നമ്മുടെ ഓൺ വേർഡ്സിലേക്ക് തന്നെ മാറ്റേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ എസ്സേ, ഇൻ എ റിസർച്ച് ഓൺ സെൻസർഷിപ്പ് വാട്ട് ഡു യു തിങ്ക് ദ എത്തിക്കൽ കൺസേൺ ആൻഡ് പിറ്റ്ഫോൾസ് വിൽ ബി. സെൻസർഷിപ്പ്, റെസ്ട്രിക്ട് ഫ്രീഡം, അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എത്തിക്കൽ കൺസേൺ, പിറ്റ്ഫോൾ, റിസർച്ച്, സെൻസർഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിൽ റെസ്ട്രിക്ഷൻ വരുമോ, ഒരാളുടെ എന്താണ് കൈക്കടത്തലുകൾ വരില്ലേ, ഈ പറഞ്ഞ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഇപ്പോൾ സിനിമക്കാരെ കൊണ്ട് കട്ടിപ്പിക്കണം, സെൻസർ ചെയ്യിപ്പിച്ച്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പോയിന്റുകളാട്ടോ. കൺക്ലൂഷൻ, ഡു എത്തിക്കൽ കൺസേൺസ് എഫക്ട് ക്വാളിറ്റി ഓഫ് റിസർച്ച്. അപ്പോൾ ഇതന്നെ വരണമെന്നില്ല പറയാം. അപ്പോൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യണം. അങ്ങനെ എസ്സേ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ ഇനി 5 മാർക്കിൻ്റെ ചോദ്യമാണ് നെക്സ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ളത്. പാർട്ട് ബിയിലത്തെ ഒരു 3-4 കാണിച്ചു തരാം. You want to carry out a qualitative research to understand the impact of digital divide as upon senior citizen due to growing digitalization of governmental services. Prepare 5 research questions that probe this.
5 റിസർച്ച് ക്വസ്റ്റ്യൻസ് ഓൺ ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് സീനിയർ സിറ്റിസൺ. അവർ ഇപ്പോൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ ഇതാ. ഹൗ ഡു യു സീനിയർ സിറ്റിസൺ പെർസീവ് ദി ഷീൽഡ്? 5 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഹൗ ഡസ് ഡിജിറ്റൽ ഡിവൈഡ് ഇമ്പാക്ട് സീനിയർ സിറ്റിസൺ സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്? അപ്പോൾ അത് ഇതിപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലല്ലോ നിങ്ങൾക്ക് തരാം, വേറൊരു ചോദ്യം പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യമായിരിക്കും അത്. നിങ്ങളുടെ അപ്പോൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പഠിക്കണം. ബുക്കിലുണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യനറിൽ കുറച്ച് ചോദ്യങ്ങൾ, അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക. 5 മാർക്കിൻ്റെക്കുള്ളതാണ് കേട്ടോ. മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നത് വെയറിംഗ് ഹെൽമെറ്റ്സ് ആൻഡ് സീറ്റ് ബെൽറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സേഫിംഗ് ഡ്രൈവിംഗ്. ദിസ് ഡിസ്ക്ലെയിമർ ഈസ് ഷോൺ. ഫിലിംസിൽ അല്ലേ കാണാൻ പറ്റും. അബൌട്ട് നെസസിറ്റി വെയറിംഗ് ഹെൽമെറ്റ് ഇടണം എന്ന് പറഞ്ഞിട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ റിസർച്ച് സ്റ്റെപ്സ് യു വുഡ് ഫോളോ ടു കണ്ടക്ട് സ്റ്റഡി ഓൺ ഇമ്പാക്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് 18-നും 25-നും പ്രായമുള്ള ആൾക്കാരിൽ നടത്തുന്ന ഒരു സ്റ്റഡീനെ പറ്റിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊരു ബുക്കിൽ ഇപ്പോൾ റിസർച്ച് എന്താണ്, റിസർച്ചിൻ്റെ സ്റ്റെപ്പുകളാണ് ഇതിൽ. ഇങ്ങനത്തെ ഒരു ടോപ്പിക് റിസർച്ച് ചെയ്യുമ്പോൾ നേരത്തെ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, റിവ്യൂ ഓഫ് 5 മാർക്കിന് വരുമ്പോൾ അത്രത്തോളം റിസർച്ച് ഡിസൈൻ, സാമ്പിളിങ്, ഡാറ്റ കളക്ട് ചെയ്യണം, ഇതിനെ പറ്റിയുള്ള അതിങ്ങനെ ചെറുതാക്കി നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ. ഹൗ വുഡ് യു ഐഡൻറ്റിഫൈ റിസർച്ച് ഗ്യാപ്പ്? എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് വെജിറ്റബിൾസ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള റിസർച്ച് ഗ്യാപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചോദ്യം. അപ്പോൾ റിസർച്ച് ഗ്യാപ്പ് ഇപ്പോൾ എന്താ റിസർച്ച് ഗ്യാപ്പ്? നമ്മൾ ഓൾറെഡി റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും പല ഏരിയനെ പറ്റിയിട്ട്, ബട്ട് അതിൽ ഇനിയും സ്കോപ്പ് വരാണ്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് പഠിക്കാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അവിടെ റിസർച്ച് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പുതിയ റിസർച്ച് നോക്കുക. റിസർച്ച് മസ്റ്റ് കണ്ടക്ട് എ കോംപ്രിഹെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ നടത്തി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക അവിടെ റിസർച്ച് ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത്. ഓൾറെഡി ഇതിനേക്കാൾ മുമ്പുള്ള ആൾക്കാരുടെ കൺക്ലൂഷനും പിന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഉള്ള സിനാരിയും വെച്ച് നോക്കുമ്പോൾ സ്കോപ്പ് ഉണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻക്വയറി അടുത്തൊരു ടോപ്പിക് എന്തിനാണ് ചോദിച്ചത്? 4ാമത്തെ. ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻക്വയറി പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ റിസർച്ച്. മിസ് സൗമ്യ ഈസ് കണ്ടക്ടിങ് റിസർച്ച് ഓൺ ടോപ്പിക് സേഫ്റ്റി ഓഫ് വിമൺ working in night shift in Kerala suggests how formal and informal inquiry conducted on this topic. ഇതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനൊരു കാര്യം ചോദിച്ചു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സേഫ്റ്റി ഓഫ് വിമൺ ഇൻ നൈറ്റ് ഷിഫ്റ്റ് കേരള. വെൻ മിസ് സൗമ്യ കണ്ടക്ട്സ് റിസർച്ച് ഓൺ വിമൻ സേഫ്റ്റി ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മെത്തേഡ് ആർ യൂസ്ഫുൾ. ഫോർമൽ എൻക്വയറി ചെയ്യുമ്പോൾ ആ രീതിയിലുള്ളത് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇൻ്റർവ്യൂ വിത്ത് എംപ്ലോയീസ് അനലൈസിസ്. ഇൻഫോർമൽ എൻക്വയറി ആകുമ്പോൾ ആ രീതിയിൽ ഒബ്സർവേഷൻ അല്ല അവരറിയാണ്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിൽ എങ്ങനെയാണ് ഓരോ ചോദ്യങ്ങളും ആൻസർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഫോമാറ്റ് കാണിച്ചു തന്നതാണ്. ഇതല്ലാതെ കണ്ട് നമുക്ക് മറ്റ് സബ്ജക്റ്റ് പോലെ ഇത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഇതിലത്തെ ആണെങ്കിലും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഇപ്രാവശ്യം ഇടാൻ പോകുന്നത്, നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന പേപ്പറിൽ ഒക്കെ ഇൻഡയറക്റ്റായിട്ട് ഇപ്പം ഇത് കാണാത്ത വേറൊരു ഏരിയ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള ക്രിക്കറ്റ് കളി ചിലപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മളവിടെ എലക്ഷൻ വരാൻ പോവാണ് എങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ചാണ് ഗവൺമെൻറ് പുതിയതായിട്ട് എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബശ്രീനെ പറ്റിയുള്ളൊരു ചോദ്യം നമ്മളിതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരം ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്കീം എങ്കിൽ അതിനെ പറ്റിയുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ എന്ത് തരത്തിലുള്ള റിസർച്ച് ആയിരിക്കും? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾക്ക് അതിനെ ലിങ്ക് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ചോദ്യങ്ങൾക്ക് ആൻസർ ഇങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമാണ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുക. പിന്നെ ബുക്ക് എടുക്കുക, അതിൽ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ടുള്ള പല കാര്യങ്ങളും മിക്സ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. മലയാളത്തിലാണെങ്കിൽ മൊത്തം മലയാളം, ഇംഗ്ലീഷിലാണെങ്കിൽ മൊത്തം ഇംഗ്ലീഷും. ഇംഗ്ലീഷ് പാടുള്ളതല്ല, പേടിക്കേണ്ട. ഇൻഡയറക്റ്റ് മോഡലായതുകൊണ്ട് തന്നെ പേപ്പർ അതനുസരിച്ചുള്ളൊരു വല്ലാണ്ട് ടഫാക്കില്ല. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി ഒരു വാല്യൂ ചെയ്യാറുള്ളൂ. ഓക്കെ. എല്ലാതും അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇതിൽ പറഞ്ഞുള്ള കറക്റ്റ് എണ്ണം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ രീതികൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എനിക്ക് പറഞ്ഞു തരാൻ അറ്റ് പ്രസൻറ്റ് സാധിക്കുള്ളൂ. ഈ പേപ്പറിൻ്റെ സ്കീം ഇങ്ങനെ ആയതുകൊണ്ടാണ്. എന്നാലും ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ആൻസേഴ്സിൻ്റെ ഒരു രീതി കാണിച്ചു തന്നിട്ട്. എസ് ആണെങ്കിലും എസ് ഒക്കെ മറ്റേ തന്നെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. സിനോപ്സിസ് അല്ലെങ്കിൽ കണ്ടൻസ് ഓഫ് റിസർച്ച് അതൊക്കെ നോക്കി പോവാം. ഓക്കെ. എല്ലാ ചാപ്റ്ററിൽ നിന്നും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ കാണിച്ചു തന്നില്ലേ കണ്ടൻസിൽ, എല്ലാത്തിൽ നിന്നുണ്ടായിരിക്കും. പിന്നെ മിക്കതും എസ്സേക്ക് എന്ന് പറയണത് വലിയ ആ ഫോമാറ്റ് കണ്ടൻസ് ഓഫ് റിസർച്ചും മറ്റു കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതായിരിക്കും വരാം.
ബ്ലോക്ക് നമ്പർ 2-ൽ നിന്ന്. 2 ബ്ലോക്കിൽ നിന്ന് ഒരു എസ് ഉണ്ട്. അത് ഏതായിരിക്കും വരാന്നുള്ളതും പറയാൻ പറ്റില്ലല്ലോ, എന്തുവിടാം. സോ ദാറ്റ്സ് അബൌട്ട് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പേപ്പറാണ്. അതും ഇൻഡയറക്റ്റ് മോഡിലുള്ള കാര്യങ്ങളാണ് അതിൽ മൊത്തം വരാം. ബുക്ക് എല്ലാവരും കൊണ്ടുപോകാൻ മറക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ബഹളം വെച്ച സമയം കളയരുത്. റെഫർ ചെയ്യാനും ബുക്കിനെ പറ്റിയിട്ടൊരു ഐഡിയ വരാം, ഓരോ ടോപ്പിക്ക് എവിടെയോ വരാമെന്നുള്ളത്. എന്നാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.